സിജു ഈ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം പൊളിച്ചു നീക്കിയ ശേഷം അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്ന് ലഭ്യമാകുന്നത് രണ്ട് മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച, കുട്ടിക്കായി വാങ്ങിയ ഒരു കളിപ്പാട്ടം ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ വാഹനത്തിനകത്ത് നിന്ന്, ട്രക്കിനകത്ത് നിന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ അർജുൻ്റെ ബാഗ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ആ ബാഗ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാഗിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മൊബൈൽ ഫോണാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് നിലവിൽ കർവാർ MLA അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന ബാഗിൻ്റെ ദൃശ്യങ്ങളാണ്. ബാഗ് ഇവിടെയുണ്ട്. ആ ബാഗിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം ഈ അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഉപയോഗിച്ചിരുന്നു, രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഇത് കുട്ടിക്ക് വാങ്ങിയതാണ്. ഇത് വീട്ടിലുള്ളതായിരുന്നു. പിന്നെ ക്യാബിന് അലങ്കാരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് അതിൽ വെച്ചത്. അവൻ്റെ കളിപ്പാട്ടായിരുന്നു. അവൻ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടം തന്നെ ഇങ്ങനത്തെ വാഹനങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുക. അതെ. സിജു, ഇപ്പോൾ ജിതിനും അതോടൊപ്പം തന്നെ സഹോദരൻ അഭിജിത്തും ഈ സാധനങ്ങളെല്ലാം തന്നെ അർജുൻ്റേതാണോ എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാഗിനകത്ത് നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഓരോ വസ്തുക്കളും കാണുകയാണ്. കുഞ്ഞ് കളിച്ചിരുന്ന ഒരു കളിപ്പാട്ടമാണ്, കുട്ടിക്കായി വാങ്ങിക്കൊടുത്തിരുന്നതല്ല. വാങ്ങിക്കൊടുക്കുമ്പോഴെല്ലാം തന്നെ വാഹനങ്ങളും ഇതുപോലുള്ള ചെറിയ കളിപ്പാട്ടങ്ങളാണ് വാങ്ങിക്കൊടുത്തിരുന്നത്. കുട്ടി കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടം സ്ഥിരമായി ഈ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് ഇത് എന്നാണ് ഇപ്പോൾ ജിതിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കുട്ടിക്ക് പുറത്തു നിന്ന് പോയി വരുമ്പോഴൊക്കെ കളിപ്പാട്ടം ഇതുപോലെ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് ജിതിൻ പറയുന്നത്. സിജു, ഏതായാലും ക്യാബിൻ ഭാഗം പൂർണ്ണമായും പൊടിച്ച് പരിശോധിച്ചു. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വെള്ളമടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗവും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബാഗിനകത്തു നിന്നുള്ള വസ്തുക്കൾ ഓരോന്നായി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഓരോന്നായി സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ സഹോദരൻ അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് അത് അർജുൻ്റേതാണെന്ന് ഉറപ്പുവരുത്തുകയാണ്.